ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം അമ്മയോടൊപ്പമുള്ള യാത്ര മരിയൻ ചിന്തകളിലൂടെ നമ്മൾ ചെയ്യുകയാണ്. ഈ മരിയൻ ചിന്തകൾ എല്ലാവരും കേൾക്കുക, മറ്റുള്ളവർക്കായി ഇത് പങ്കുവയ്ക്കുക. അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ സ്വന്തം സ്ഥലമായ നസ്രത്തിനെ കുറിച്ചാണ്. വിശുദ്ധ നാട് സന്ദർശിക്കാനായി നമ്മൾ പോകുമ്പോൾ അച്ഛൻ സൂചിപ്പിച്ചിരുന്നു, ഏകദേശം 22ഓളം വിശുദ്ധ നാട് യാത്രകൾ കേരളത്തിൽ നിന്ന് നയിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തരികയും അങ്ങനെ ഇത്രയും നാൾ വിശുദ്ധ നാട് കാണാൻ ദൈവം എന്നെ ഇടയാക്കുകയും ചെയ്തു. ആ യാത്രയിൽ നമ്മൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് നസ്രത്ത്. അവിടെ മനോഹരമായ മംഗളവാർത്ത ദേവാലയത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. മംഗളവാർത്ത ദേവാലയം മാത്രമല്ല നസ്രത്തിലുള്ളത്, വേറെയും ദേവാലയങ്ങളുണ്ട്. മറ്റൊരു ആകർഷകമായ സ്ഥലം ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അനൗൺസിയേഷനാണ്. അത് ഗ്രീക്ക് ഓർത്തഡോക്സിന്റെ കയ്യിലിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നിർമ്മിക്കപ്പെട്ട ദേവാലയം അത് അവരുടേതാണ്. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അവിടെയും സന്ദർശനം നടത്താറുണ്ട്. അവിടെയാണ് മേരീസ് വെൽ, മാതാവിന്റെ കിണർ. മാലാഖ ഗബ്രിയേൽ മാലാഖ മാതാവിന് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ കിണറിൽ മാതാവ് വെള്ളമെടുക്കാൻ വന്നപ്പോഴാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അതിനെ മേരീസ് വെൽ എന്നറിയപ്പെടുന്നത്. ആ കിണർ മനോഹരമാണ്. ഏകദേശം 56 അടി താഴ്ചയിലാണ് ആ കിണർ. ആ കിണർ ഇരിക്കുന്ന സ്ഥലത്തിന് മുകളിലാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അനൗൺസിയേഷൻ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 4-ാം നൂറ്റാണ്ട് വരെ നസ്രത്തിലെ ജനം വെള്ളം കുടിച്ചിരുന്നത് ഈ കിണറിൽ നിന്നായിരുന്നു. അതൊരു സ്പ്രിംഗ് ആണ്, വളരെ വറ്റാത്ത ഒരു ഉറവയുള്ള ഒന്നാണ് ഈ മേരീസ് വെൽ. അവിടെ നിന്നായിരുന്നു ആ വെള്ളം കുടിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിനെ മേരീസ് വെൽ എന്നറിയപ്പെടുന്നത്. ആ മേരീസ് വെൽ ഇരിക്കുന്ന സ്ഥലത്ത് പണിയപ്പെട്ട ദേവാലയമാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അനൗൺസിയേഷൻ. നമ്മൾ സന്ദർശനത്തിനായി പോകുമ്പോൾ ആ ദേവാലയം കാണുകയും ആ കിണർ നമ്മൾ കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്, കാണേണ്ടതുമാണ്. മറ്റൊരു ദേവാലയമാണ് സിനഗോഗ് ചർച്ച്. ഒരു സിനഗോഗ് ആയിരുന്നു അത്. അവിടെ പിന്നീട് നമ്മുടെ ഫ്രാൻസിസ്കൻസ് അത് ഏറ്റെടുക്കുകയും മനോഹരമായൊരു ദേവാലയം നിർമ്മിക്കുകയും ചെയ്തു. അവിടെ ബൈബിളിന്റെ ഒറിജിനൽ പ്രതി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഈശോ ഇരുന്ന ബെഞ്ച് അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നുമുള്ളതാണ്. അവിടേക്ക് അധികം തീർത്ഥാടകർ പോകാറില്ല. കാരണം ഈ 2 സ്ഥലങ്ങളിലാണ് മുഖ്യമായിട്ടും നമ്മൾ പോകാറുള്ളത്. മൂന്നാമത്തേത് സെന്റ് ജോസഫ് ചർച്ച് നസ്രത്താണ്. അത് ചർച്ച് ഓഫ് അനൗൺസിയേഷന്റെ കോമ്പൗണ്ടിൽ തന്നെ ഉള്ള ഒരു ദേവാലയമാണ്. അതായിരുന്നു യൗസപിതാവിന്റെ പണിപ്പുര എന്നാണ് വിശ്വസിക്കപ്പെടുക. അപ്പൊ ആ യൗസപിതാവിന്റെ പണിപ്പുരയുടെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കപ്പെട്ട ദേവാലയത്തിന്റെ അടിയിൽ ഒരു ഗുഹാമുഖമാണ്. അവിടെയാണ് ഔസപിതാവിന്റെ വീടെന്നും അവിടെയാണ് ഔസപിതാവിന്റെ പണിപ്പുര എന്നുമൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിന്റെ അവശിഷ്ടങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. കാരണം ഇതെല്ലാം ചർച്ച് ഓഫ് അനൗൺസിയേഷനും ദ ബസിലിക്ക, അതായത് സെന്റ് ജോസഫ് ചർച്ചും ഒക്കെ ഒറ്റ കോമ്പൗണ്ടിലാണ്. അപ്പൊ നമ്മൾ അവിടെ അങ്ങനെ സന്ദർശിക്കും. മറ്റൊരു ദേവാലയമാണ് മെൻസ ക്രിസ്തി ചർച്ച്. മെൻസ ക്രിസ്തി ചർച്ച് എന്ന് പറഞ്ഞാൽ യേശുവും ശിഷ്യന്മാരും ഭക്ഷണം കഴിച്ച ഒരു സ്ഥലം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ നമ്മളത് കാണുന്നുണ്ട്. ഇവിടെയും ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ബസിലിക്ക ഓഫ് ജീസസ് ദി അഡോളഷൻസ്, സലേഷ്യൻസിന്റെ കയ്യിലിരിക്കുന്ന ഒരു ദേവാലയമാണ്. അപ്പോൾ ഒത്തിരിയേറെ ദേവാലയങ്ങളും ഈ നസ്രത്ത് പട്ടണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഖ്യമായും നമ്മൾ സന്ദർശിക്കുന്നത് സെന്റ് ജോസഫ് ചർച്ച്, ചർച്ച് ഓഫ് അനൗൺസിയേഷൻ ആൻഡ് ചർച്ച് ഓഫ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അനൗൺസിയേഷൻ. ഈ ദേവാലയങ്ങളിലാണ് വിശുദ്ധ നാട് സന്ദർശിക്കുമ്പോൾ നമ്മൾ അധികം പോകാറുള്ളത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ നമുക്കിടയാകും. അമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.